ഹലോ ഗൈസ്, ഡിസംബർ എത്തിയല്ലോ. പുള്ളിക്കാരി മിക്കവാറും ഡ്യൂട്ടിയിലായിരിക്കും. എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കണമല്ലോ. അപ്പോൾ ചെറിയൊരു കുരുത്തക്കേട് ഒപ്പിക്കാൻ തന്നെ പോവുകയാണ്. നിങ്ങളും കൂടെ കുടിക്കോ? കമോ. കഴിഞ്ഞ ദിവസം ആമസോണിൽ ഓർഡർ ചെയ്ത് വരുത്തിയൊരു സാധനമാണ്. വിചിത്രമായ സാധനം. നോക്കി, എന്താണെന്നായിരിക്കും. വേറൊന്നുമല്ല, നമ്മുടെ ഭരണി നോക്കുവാണെങ്കിൽ തെര പറയാൻ പറ്റട്ടെ, മാറ്റാനൊന്നുമല്ല കേട്ടോ. കുറച്ച് വൈൻ ഉണ്ടാക്കാമെന്നുള്ള ഉദ്ദേശം. അപ്പോൾ ഇനി തുടങ്ങുമല്ലേ. ഇതിപ്പോൾ നവംബറിൻ്റെ തുടക്കമാണ്. ഡിസംബറാണ് വരാൻ പോകുന്നത്. ഞാൻ ഒരു 1.5 കിലോ മുന്തിരി വാങ്ങി. ഇതിപ്പം ഇതൊരു ചെറിയ ചൂടുവെള്ളമാണ്, ഒരുപാട് തിളച്ചതല്ല, ചൂടുവെള്ളം, ചെറു ചൂടുവെള്ളം. അതിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് മുന്തിരി മുക്കി വെച്ചേക്കുവാണ്. കാരണം വിഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഉപ്പിട്ട് കഴുകിയെടുത്ത് വെച്ചേക്കുന്ന മുന്തിരിയാണേ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവനെ ഓരോന്നിനും അടത്തിയെടുക്കണം. ഓക്കെ, ആ പരിപാടി നോക്കാം. അഴുക്ക് വീഴാൻ നോക്കുക, കാരണം നല്ല വൈനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചെറു ഇങ്ങനെ അടത്തിയിടുക. ഓക്കെ, ഇങ്ങനെ പിടിക്കുക. അതിൻ്റെ ഇങ്ങനെ അടത്തിയിടുക. നല്ല മുന്തിരിയാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. അതുപോലെ ഉപ്പുവെള്ളത്തിലൊക്കെ കഴുകി റണ്ണിങ് വാട്ടറിൽ ഞാൻ കഴുകി കേട്ടോ. മുന്തിരി റണ്ണിങ് വാട്ടറിൽ കഴുകിയെടുക്കണമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതങ്ങനെ ലാസ്റ്റ് ഇവിടെ ഞാൻ അടത്തിയിടുക. ഒന്നര കിലോ മുന്തിരി ഇത് റെഡിയായി. പിന്നെ ഈ മുന്തിരിയിൽ ചേർക്കാനായിട്ട് ഞാൻ ഇപ്പോൾ 1.5 കിലോ മുന്തിരി ഉണ്ട്. അപ്പോൾ ഒരു ഏകദേശം 4 കഷ്ണം കറുവാപ്പട്ട, ഒരു 8 ഏലക്ക, ഒരു 8 ഗ്രാമ്പു, ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരുപാട് പൊടി ഉണ്ടാവും. നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കും. അതായത് കഴുകിയെടുത്ത ശേഷമുള്ളതാണ്. ഏലക്ക ഞാൻ പൊട്ടിച്ചത് പിന്നെ കാമ്പെല്ലാം പുറത്തെടുത്തു, കുറച്ചുകൂടെ എഫക്റ്റീവ് കൂടാനായിട്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇടിച്ചിട്ട് എല്ലാം കൂടെ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതാണ് സംഭവം. ഇത് ഇതിനകത്തോട്ട് എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എസൻസ് പുറത്ത് വരാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ എടുക്കുമ്പോൾ എല്ലാം അരിച്ച് കളഞ്ഞെടുക്കുള്ളൂ. സോ ഇത് കൂടുതൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പൊടിച്ചെന്നേ ഉള്ളൂ. ഇതായിരിക്കും നമ്മൾ അകത്തിട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഇഞ്ചി കൂടെ എടുത്തു കേട്ടോ. അപ്പം അതെടുത്ത് എന്തായാലും ഒന്ന് ഇടിച്ചിട്ടേക്കാം ഇതിനകത്ത്. നിന്നോടല്ലടാ, അവനപ്പുറത്തിരുന്ന് പഠിക്കുവാണേ. അപ്പോൾ ഇവിടെ ഈ പരിപാടി ചെയ്യുവാണെന്നുള്ള അവനറിയില്ല. അതാണ് അവൻ ഞാനെന്തോ പറയുവാണെന്ന് വിചാരിച്ചാണ് ചോദിക്കുന്നത്. അവനെ നമ്മൾ നിന്ന് ഇടിക്കും. അപ്പം അതും എടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണ്, കുറച്ച് ഗോതമ്പായിരുന്നു. ഗോതമ്പ് ഇവിടെ ഇല്ല. സോ ഈസ്റ്റ് ഇരിപ്പുണ്ട്. ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഈസ്റ്റ് വേണം. ഓക്കെ, ഇനി നമുക്ക് പണി തുടങ്ങാം. ഓക്കെ, അപ്പം നമ്മൾ പരിപാടി തുടങ്ങുന്നത് ആദ്യമേ എടുക്കുക. അതിനകത്ത് നമ്മുടെ മുന്തിരി ഇട്ടിട്ടുക. ഒരു വെള്ളം മറന്നു പോകാൻ വെച്ചിട്ടാണ് ഇത്. ഓക്കെ, മുന്തിരി അതിനകത്ത് കുറച്ച്
കുറച്ച് ഒരല്പം വാം വാട്ടർ ഒഴിക്കുക. എന്താണെന്ന് വെച്ചാൽ ആദ്യം മുന്തിരി ഒന്ന് പെട്ടെന്നൊന്ന് ഇതായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം അതിൽ വെള്ളമായിട്ടുണ്ട്. ഇനി എന്താ വെച്ചാൽ നമ്മൾ ഈ പ്രോസസ്സ് ഇച്ചിരി എളുപ്പമാവാനായിട്ട് ഇവനൊന്ന് പൊട്ടിച്ചിടാം. ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് എളുപ്പമാകാൻ വേണ്ടിയാണ്. മോളെടുത്ത് നോക്കിയപ്പോൾ സംഭവം ചീറ്റി തുടങ്ങി. അങ്ങനെ അത് അകത്ത് വെച്ച് തന്നെ ഞെക്കി പൊട്ടിക്കുന്നതാണ് വെള്ളത്തിനകത്ത്. അല്ലെങ്കിൽ അവളെ വന്ന് അടുക്കള കണ്ടു കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഒരുപാട് പ്രശ്നം ഉണ്ടാക്കണ്ട, എല്ലാം ഒന്ന് പൊട്ടിക്കിടക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ കിടന്നാൽ ഉള്ള ഗുണമെന്ന് വെച്ചാൽ ഫെർമെൻറ്റേഷൻ പെട്ടെന്നാവും. 21 ദിവസം എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ അതിന് മുന്നേ എടുക്കാൻ പറ്റും. എന്തായാലും ഞാൻ 21 ദിവസം വെക്കുന്നുണ്ട്. അപ്പോൾ പറ്റുന്നത്രയൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവനെ ഭരണിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങാവേ. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നത്, കൊണ്ടുവന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാണ്. കാണാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ കാണാൻ തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാണ്. ഒന്ന് ഞെക്കി പൊട്ടിച്ചിട്ട് വേണം കേട്ടോ. അല്ല, അവസാനത്തെ എല്ലാം കൂടെ ഒഴിക്കുവാണേ. അപ്പോൾ നമ്മുടെ മുന്തിരിയെല്ലാം അതിനകത്തായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ വലിയൊരു സംഭവമാണ് വാങ്ങിച്ചത്. ഭരണി ഇത്തിരി വലുതാണ്. ഇപ്പം തൽക്കാലം 1.5 കിലോയുടെ മുന്തിരിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഭാവിയിൽ ഇനി കൂടുതലുണ്ടാക്കാൻ പറ്റിയാൽ ഇതിനകത്ത് ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മുടെ ചേരുവകളൊക്കെ ചേർത്ത്, ഇപ്പോൾ ഇതുണ്ടോ, ഇഞ്ചി, പിന്നെ മറ്റേ ഗ്രാമ്പു, കറുവപ്പട്ട, ഏലയ്ക്ക, ഇതെല്ലാം കൂടെ ചേർത്തു ഈസ്റ്റ്, ഒരു 1/4 ടീസ്പൂൺ കാണുമായിരിക്കും. ഈസ്റ്റ് ഇട്ടു. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ശരിക്കും 1.5 കിലോ മുന്തിരിയും അതിനകത്ത് ഏകദേശം 4 ലിറ്റർ വെള്ളമുണ്ട്. എനിക്ക് വളരെ ലൈറ്റായിട്ടുള്ളൊരു സാധനം മതി, ഒരുപാട് തിക്കായിട്ടുള്ള സാധനം വേണ്ടെന്ന് ചോദിച്ചിട്ടാണ് 4 ലിറ്റർ വെള്ളം ഒഴിച്ചു കേട്ടോ. ഓക്കെ, ഇനി അതിനകത്തേക്ക് തൽക്കാലം ഇപ്പോൾ ആദ്യം ഞാനിപ്പം ഷുഗർ, ഇത് 1 kg ഷുഗറാണ്. 1 kg ഞാൻ ആദ്യം ആഡ് ചെയ്യുകയാണ്.
അങ്ങനെ തന്നെ അടിക്കുക. എന്നിട്ട് ഇവന് നല്ലപോലെ ഒന്ന് ഇളക്കണം. ശരിക്കും ഷുഗർ അതിൽ മിക്സായി ചേർന്നിട്ടുണ്ട്. ഞാൻ ഗോതമ്പ് വാങ്ങിക്കാൻ വേണ്ടി പോയേ ഇതിനകത്ത് ഇടാനായിട്ട്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ 2 കിലോയുടെ സാധനമുള്ളൂ. എനിക്ക് അത്ര ആവശ്യമില്ല, ഇവിടെ കൊണ്ടുവന്ന് വെറുതെ വെച്ചേക്കാൻ കാര്യമില്ല. സോ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ചെറുതില്ല. അവിടെ നോക്കിയപ്പോഴത്തേക്ക് ചെറിയൊരു 500 ഗ്രാമിൻ്റെ ബാർലി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ബാർലി ഇട്ടാലും ഫെർമെൻറ്റേഷൻ നടക്കുമല്ലോ. സോ ഈസ്റ്റേണിൻ്റെ പേൾ ബാർലി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അതാണ് ഇനി 500 ഗ്രാമിൻ്റെ പാക്കറ്റ്. അത് ഞാൻ ഒരു പിടി അങ്ങോട്ട് എടുക്കുകയാണ്. എടുക്കുവാണ്. ഇതിനെ വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ദേ ബാർലി ഞാൻ കഴുകി വൃത്തിയാക്കി ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും കൂടെ ഞാൻ അതിനകത്ത് ഇടുവാണേ. എന്തായി വരുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇവനെ ഇനി ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുവാണ്. ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇതിനെ എയർ ടൈറ്റായിട്ട് നമ്മൾ വെക്കും. സൈഡ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ അടപ്പും കവർ ചെയ്ത് ഇങ്ങനെ ഇരിക്കും. ഇതുണ്ടോ ഇവിടെ ഒരു ഇങ്ങനെ കവേർഡാവും. അതുകൊണ്ട് ഒരു ക്ലോത്ത് അതിൻ്റെ പുറത്ത് വെച്ച് വെച്ചാൽ ഒരു സിനിമ ആവശ്യത്തിന് എയർ ടൈറ്റ്നെസ് കിട്ടും. അതുകൊണ്ട് കെട്ടി പൂട്ടി വെക്കാനൊന്നും പോകുന്നില്ല. ഇതാദ്യമായിട്ട് ചെയ്തു നോക്കണം. നന്നായാൽ മതിയായിരുന്നു. ഈശ്വര, നന്നായാലും എനിക്ക് കൊള്ളാം, ഇത് കുടിക്കാൻ വിധിക്കപ്പെട്ടവർക്കും കൊള്ളാം. ഇനിയിപ്പോൾ എൻ്റെ കൂടെ വേണമെങ്കിൽ വൈനുണ്ടാക്കി തുടങ്ങിക്കോ. ഇതിൻ്റെ പാർട്ട് 2 ഉണ്ടാവും. അത് നിങ്ങൾ കാണണമെന്ന് അപേക്ഷിക്കുന്നു. സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചാനൽ, ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൺ അതും മറക്കണ്ട. തുണിയിട്ട് ഞാൻ അടയ്ക്കാൻ പോകുന്നത് വെച്ചാൽ ഇതൊരു വാട്ടർ അബ്സോർബിങ് ക്ലോത്ത് ആണ് കേട്ടോ. നമ്മുടെ ടവൽ തന്നെ ആണ്. അതിനെ അങ്ങോട്ട് പുറത്തിട്ട് വെച്ചിട്ട് ഇവനെ അങ്ങോട്ട് വെച്ചാൽ നല്ല വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ടോ അടഞ്ഞു പെടാന്നടഞ്ഞു. നോക്കി നോക്കി സംശയം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇല്ല, ഇങ്ങനെ ഫുള്ളടഞ്ഞിട്ടുണ്ട്. ഈ ഒരു പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ അടഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് എവിടെയെങ്കിലും മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ 21 ദിവസം ഇതിങ്ങനെ ഇരിക്കും. ഇടയ്ക്ക് ഓരോ ദിവസവും എടുത്ത് ഒന്ന് ഇളക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളതിനെ പിഴിഞ്ഞെടുക്കും. പിഴിഞ്ഞെടുത്തിട്ട് ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ പഞ്ചസാര 1 കിലോ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 3-4 ദിവസം 5-6 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പഞ്ചസാരയുടെ അളവ് കുറവാണെങ്കിൽ നമുക്കതപ്പോൾ മനസ്സിലാവും. അപ്പോൾ അഡീഷണൽ ആഡ് ചെയ്താൽ മതി. ഇനി കൂടിപ്പോയെങ്കിൽ അനുഭവിച്ചു എന്നുള്ള വിഷയമുള്ളൂ. ഗൈസ്, ഇന്നലെ കലക്കി വെച്ചു. ഇന്ന് രാവിലെ ആയി. പുറത്തോട്ട് നോക്കിയാൽ ഓട്ടം സീസൺ, ഇലക്കൊഴിയും ശിശിരം, അതിന്റെ ആ എല്ലാ ഭംഗിയോടും കൂടെ നിൽപ്പുണ്ട്. ഇന്നലെ കലക്കിയെല്ലാം വെച്ചിരുന്ന സാധനം ഇന്ന് രാവിലെ ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ടേ. ഉണ്ടോ, അങ്ങനെ ഇരിപ്പുണ്ട്, ഒരനക്കമില്ല. എന്താ ചെയ്യാൻ പോണേ, നമുക്കിതൊന്ന് കലക്കിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒക്കെ സെറ്റാക്കിയിട്ട് തിരിച്ചു വെക്കണം. അതാണ് ഉദ്ദേശം. അപ്പം അതിന് ഡ്രൈ ആയിട്ടുള്ളൊരു തവി എടുത്തു. എന്നിട്ട് നമ്മളതിനെ തുറക്കുന്നു. കേട്ടാ, നല്ല എയർ ടൈറ്റായിട്ടിരിക്കുക. എന്നിട്ട് ഇതിനെ അങ്ങോട്ട് തുറക്കുന്നു. വേവ്
അടിപൊളിയാണ്. ഇതോ ഫെർമെൻറ്റഡായി ആയി തുടങ്ങി. പതഞ്ഞു ഉണ്ടാ. ഇവനെ ഇനി നമ്മൾ നല്ലപോലെ ഒന്നുകൂടെ ഇളക്കും. ആയിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് അതേപടി തന്നെ വെച്ചിട്ട് തുണിയിട്ടിട്ട് ഇങ്ങനെ വെക്കും. വെച്ച് ഏറ്റായിട്ട് തിരിച്ച് മാറ്റി വെച്ചേക്കും. ഓക്കെ, ഈ സംഭവം 21 ദിവസം തുടർന്ന് ചെയ്യണം. അപ്പം ഈ 21ാമത്തെ ദിവസം ഇവന് നമ്മൾ ചെയ്യുന്ന സാധനം തൊട്ട് നമ്മൾ പാർട്ട് 2 ഒരു വീഡിയോയിൽ നമ്മുടെ ക്രിസ്മസിൻ്റെ ആ സമയത്ത് ഇടുന്നതായിരിക്കും. അതായത് ഫുള്ള് പുറത്തെടുത്ത് കാരമലൈസ് ചെയ്ത് വെച്ച് അത് ഒരു വൈനായിട്ട് തന്നെ എടുക്കുന്ന സമയത്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, സപ്പോർട്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വൈനിടുമല്ലേ? എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനത് വീണ്ടും ചെയ്യുന്നുള്ളൂ. ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് വിചാരിച്ചു. ചെയ്തിട്ടില്ലാത്തവർ ചെയ്തോളുക. താങ്ക് യു.